നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ആളൂർ ആനത്തടത്ത് ഭാര്യയെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു. പുതുശ്ശേരി കന്നപ്പള്ളി വീട്ടിൽ 66 വയസ്സുള്ള ദേവസിയാണ് മരിച്ചത്. ഇന്ന് ഗ്രന്ഥശാലാ ദിനം. വായനയെയും ഗ്രന്ഥശാലകളെയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച കേസിൽ വധശ്രമ കേസിലെ പ്രതി അറസ്റ്റിൽ. SN പുരം കരിനാട്ട് വീട്ടിൽ 30 വയസ്സുള്ള ശ്രീജിത്തിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. വാർത്തകൾ വിശദമായി. ആളൂർ ആനത്തടത്ത് ഭാര്യയെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു. പുതുശ്ശേരി കന്നപ്പള്ളി വീട്ടിൽ 66 വയസ്സുള്ള ദേവസിയാണ് മരിച്ചത്. ഭാര്യ അൽഫോൺസയെ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെയായിരുന്നു സംഭവം. ആളൂർ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. പണമിടപാട് സംബന്ധിച്ച തർക്കമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്ന് ഗ്രന്ഥശാലാ ദിനം. കേരളത്തിലെ ഗ്രന്ഥശാലകൾ ഏകോപിപ്പിച്ച് അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപീകരിച്ചത് 1945 സെപ്റ്റംബർ 14 അമ്പലപ്പുഴ PK മെമ്മോറിയൽ ഗ്രന്ഥശാലയിൽ വെച്ചാണ്. ഈ സംഘടനയാണ് പിന്നീട് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലായി മാറിയത്. സ്ഥാപക ദിനമായ സെപ്റ്റംബർ 14 എല്ലാ വർഷവും ഗ്രന്ഥശാലാ ദിനമായി ആചരിക്കുന്നു. വായനയെയും ഗ്രന്ഥശാലകളെയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. മലബാർ വായനശാല സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ 1943 കേരളം ഗ്രന്ഥശാല സംഘം എന്ന പേരിൽ ഒരു സംഘടന രജിസ്റ്റർ ചെയ്തു. രാഷ്ട്രീയമായി കേരളം എന്ന സങ്കല്പം യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് ഗ്രന്ഥശാല പ്രസ്ഥാനം ഐക്യ കേരളം എന്ന ആശയം വിഭാവനം ചെയ്തു എന്ന കാര്യം ശ്രദ്ധേയമാണ്. എന്നാൽ ഇന്നത്തെ സംഘടിത ഗ്രന്ഥശാല പ്രസ്ഥാനം ജന്മം കൊണ്ടത് 1945 സെപ്റ്റംബർ 14 കേരളത്തിലെ ഉയർന്ന സാക്ഷരതയ്ക്കും സാംസ്കാരിക വളർച്ചയ്ക്കും ജനകീയ അടിത്തറയ്ക്കും മതസൗഹാർദ്ദത്തിനും അടിസ്ഥാനമായത് സംഘടിത ഗ്രന്ഥശാല പ്രസ്ഥാനമാണ്. വിവര സാങ്കേതിക വിദ്യയുടെ മേഖലയിൽ അനുദിനം വളർച്ച ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഗ്രന്ഥശാലകൾ പുസ്തക ശേഖരണ കേന്ദ്രവും വിതരണ കേന്ദ്രവും മാത്രമായാൽ പോരാ. ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതോടൊപ്പം കാലഘട്ടത്തിനനുസരിച്ച് വിപുലമായ വിജ്ഞാന വിതരണ കേന്ദ്രങ്ങൾ കൂടിയാകണം. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. കുഴൂർ വാതിക സാംസ്കാരിക വേദിയുടെ 9ാം നാടകരാവിന്റെ സമാപന സമ്മേളനവും വാതിക വനിതാ വേദിയുടെ ഉദ്ഘാടനവും നടന്നു. ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടൻ ഉദ്ഘാടനം നിർവഹിച്ചു. എന്താണ് ഇതിന് അതൊന്ന് പറയണം എന്നുണ്ടോ? എനിക്കറിയാം, നമ്മുടെ നാട്ടില് പലർക്കും സൈനിക സ്കൂൾ പ്രാധാന്യം എന്നാണ് അറിയിക്കുക. കാരണം സൈനിക സ്കൂൾ അനുവദിച്ചു എന്ന സംഘടനയുടെ ലിസ്റ്റ് വന്നപ്പോൾ എനിക്ക് UP യിൽ നിന്നും രാജസ്ഥാനിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ ഒരുപാട് കോളുകൾ ഇക്കൊല്ലം അധ്യക്ഷ എന്ന് വെച്ചു. നമ്മൾ നാട്ടിൽ ആലോചിച്ചത്, കാരണം നമ്മുടെ നാട്ടിലൊക്കെ സൈനിക സ്കൂളിന്റെ പ്രാധാന്യം ഉണ്ടാകുന്നത് ഇതുവരെ സംഘടനയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ചുരുക്കം ചില സൈനിക സ്കൂൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് കഴക്കൂട്ടത്തുണ്ടായിരുന്നു. വർഷങ്ങളിൽ കഴക്കൂട്ടത്ത് കേന്ദ്ര സർക്കാരിൻ്റെ മിനിസ്റ്റർ ഓഫ് ഡിഫൻസിൻ്റെ നേരിട്ടുള്ള നേതൃത്വം നടത്തുന്നതാണ്. വാതിക വനിതാ വേദി പ്രസിഡന്റ് സുധാ ദേവദാസ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ രാജു ഡേവിസ് പെരേപ്പാടനെ കണ്ടംകുളത്തി വൈദ്യശാല MD KP വിൽസൺ ആദരിച്ചു. രശ്മി പ്രദീപ്, സിന്ധു ഷാജി, കുഴൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് ജീജ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ വെച്ച് ചികിത്സാ സഹായവും വിതരണവും കുഴൂർ സ്കൂളിന് കമ്പ്യൂട്ടർ ടേബിളുകളും വിതരണം ചെയ്തു. വിവാഹ വാഗ്ദാനം നൽകിയ യുവതിയെ പീഡിപ്പിച്ച കേസിൽ ഒരു വധശ്രമ കേസിലെ പ്രതി അറസ്റ്റിൽ. SN പുരം കരിനാട്ട് വീട്ടിൽ 30 വയസ്സുള്ള ശ്രീജിത്തിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. ശ്രീജിത്ത് 2021 വർഷത്തിൽ മതിലകം പോലീസ് സ്റ്റേഷനിൽ വധശ്രമ കേസിലെ പ്രതിയാണ്. മതിലകം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK ഷാജി, ASI പ്രജീഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷനിൽ, സിവിൽ പോലീസ് ഓഫീസർമാരായ ദിവ്യ, വിഷ്ണു എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഭക്തിയുടെ നിറവിൽ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി. പൂജകളും ആഘോഷങ്ങളും ശോഭായാത്രകളും ഉൾപ്പെടെ നിരവധി പരിപാടികളാണ് ക്ഷേത്രങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്. പുത്തഞ്ചിറ പാറമേൽ തൃക്കോവിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അഷ്ടമി രോഹിണി മഹോത്സവം ആഘോഷിച്ചു. നാരായണീയ പാരായണം, ഉറിയടി, പിറന്നാൾ സദ്യ എന്നിവ നടന്നു. വൈകിട്ട് ശോഭായാത്ര, ദീപാരാധന, വിവിധ കലാപരിപാടികൾ എന്നിവ നടക്കും.
അന്നമനട വെണ്ണൂർപ്പാടം കൂട്ടായ്മ ഓണാഘോഷം സംഘടിപ്പിച്ചു. കോമഡി താരം പ്രമോദ് മാള ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം കാണണം, നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയണം, നല്ലതല്ലെങ്കിലും നല്ലതെന്ന് പറയണം. അതോടുകൂടി ഞങ്ങൾക്ക് നന്നായി പോകും. പിന്നെ മെമ്പറ് നമുക്ക് സന്തോഷങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ഈ വഴിക്കൊക്കെ എപ്പോഴും പോകുന്ന ആളാണ്. അപ്പൊ ഒന്നും മിണ്ടായിരുന്നതാ. ഞാന് ഇതിലൊക്കെ പോകും. ഒരു ഫംഗ്ഷൻ വരുമ്പോൾ അതിൻ്റെതായ ഒരു ഡീസൻസിയിൽ വരണമല്ലോ. ഷർട്ടൊക്കെ തയ്ച്ച് നല്ല കസവും കൊണ്ടൊക്കെ കൊടുത്ത് ഇല്ലാത്ത കുട്ടിയൊക്കെ മുഖത്തൊക്കെ തയ്ച്ച് ചെറുപ്പക്കാരനാണെന്ന് തെളിയിക്കാൻ വേണ്ടി വന്നപ്പോ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 22 വർഷമായി നോക്കുമ്പോൾ അപ്പുറത്തിട്ട് ചേച്ചി നോക്കുമ്പോൾ വയസ്സനാണല്ലേ. വാർഡ് മെമ്പർ സുനിത സജീവൻ അധ്യക്ഷത വഹിച്ചു. മിനി രവി, വിജയ സുബ്രഹ്മണ്യൻ, ചന്ദ്രിക വാസുദേവൻ, മിനി സുബ്രൻ, ശാന്ത കുട്ടപ്പൻ, ലീന സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. മാള ഹോളിഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ MBA വിദ്യാർത്ഥികളുടെയും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളുടെയും ഗ്രാജുവേഷൻ സെറമണി നടന്നു. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ ഷാജു KK ഉദ്ഘാടനം ചെയ്തു. Dr. Gio was mentioning, the world is not a very beautiful place as you envisioned during your stay in the institute. It's a very rough place out there, and you are bound to face the challenges of the world, and you are set to go. And this is still now. You are within the folds of the institute, right from the 12th standard. Your hand held. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ S. അനീഷ് മുഖ്യാതിഥിയായിരുന്നു. ഹോളിഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സാനി എടാട്ടുകാരൻ അധ്യക്ഷത വഹിച്ചു. MBA കോളേജ് ചെയർമാൻ വക്കച്ചൻ താക്കോൽക്കാരൻ, ഡോക്ടർ ജിയോ ബേബി, AS ചന്ദ്രകാന്ത എന്നിവർ സംസാരിച്ചു. MBA വിദ്യാർത്ഥികൾക്ക് പ്രൊഫസർ നിർമ്മൽ എബ്രഹാമും എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് പ്രിൻസിപ്പൽ ഡോക്ടർ K. പ്രശാന്തും പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. എഞ്ചിനീയറിംഗിൽ മികച്ച വിജയം കരസ്ഥമാക്കിയവർക്കും മാനേജ്മെന്റ് സ്റ്റഡീസിൽ മികച്ച വിജയം കരസ്ഥമാക്കിയവർക്കും പ്രത്യേക പുരസ്കാരങ്ങൾ നൽകി ആദരിച്ചു. പുത്തഞ്ചിറ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പിറവി തിരുനാളും റോസാ പുണ്യവതിയുടെ ദർശന തിരുനാളും ആഘോഷിച്ചു. കുർബാന, സന്ദേശം, പ്രദക്ഷിണം എന്നിവ നടന്നു. ഫാദർ ഡെൻസൺ നെരേപ്പറമ്പിൽ, ഫാദർ ജെർലറ്റ് കാക്കനാടൻ, ഫാദർ ജോസ് കുട്ടി കിഴക്കേയിൽ എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. എന്റെ ചിത്രം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആരാധിക്കുന്നു. അവർക്ക് തന്റെ രഹസ്യങ്ങളെ കടാക്ഷിച്ചു. ഇപ്പോൾ സർവ്വ കലാകാരങ്ങളും എന്നെ ഭാഗ്യവതിയിൽ നിന്ന് ഉയർത്തിക്കും. ശക്തമായ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവർക്ക് നാമം പരിശുദ്ധമാണ്. അവരുടെ ഭക്തികളുടെ തലമുറകളോടും അവർ നിന്ന് കരുണ വർഷിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ആളൂർ ആനത്തടത്ത് ഭാര്യയെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തു. പുതുശ്ശേരി കന്നപ്പള്ളി വീട്ടിൽ 66 വയസ്സുള്ള ദേവസ്യയാണ് മരിച്ചത്. ഇന്ന് ഗ്രന്ഥശാല ദിനം. വായനയെയും ഗ്രന്ഥശാലകളെയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച കേസിൽ വധശ്രമ കേസിലെ പ്രതി അറസ്റ്റിൽ. SN പുരം കരിനാട്ട് വീട്ടിൽ 30 വയസ്സുള്ള ശ്രീജിത്തിനെയാണ് മതിലകം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.